ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷേ പിന്നെ തോന്നി ഇത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ആൽബം മേക്കിംഗ്. ബട്ട് കംപ്ലീറ്റ് ട്യൂട്ടോറിയലൊന്നും അല്ല കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ ഇതിടാൻ വേറെ റീസണും കൂടെ ഉണ്ട്. നമ്മൾ ഈ വിഷൻ ബോർഡ് ചെയ്തപ്പോഴും അതുപോലെ വേറെ എന്തോ ഒരു സംഭവം ചെയ്തപ്പോഴൊക്കെ ഈ പ്രിൻറ്റിങ് പേപ്പർ എവിടുന്ന പ്രിൻ്റ് എടുക്കുക, എത്ര റേറ്റ് വരിക എന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഹാൻഡ് മെയ്ഡായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനും അതേപോലെ നമ്മുടെ മെമ്മറീസൊക്കെ കീപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. സോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എങ്ങനെ നമുക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഫോട്ടോസൊക്കെ വെച്ചിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാം, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതിന് ആദ്യം വേണ്ടത് ഈ ഫോട്ടോസാണല്ലോ. സോ ഫോട്ടോസ് പ്രിൻ്റ് എടുക്കണം. അതത്ര വലിയ പണിയൊന്നുമില്ല. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ വേണ്ടൊരു ആപ്ലിക്കേഷനാണ് ക്യാൻവ. ഞാനതൊരു സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. മീൻസ് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതിൽ കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് അതൊന്ന് പോയിട്ട് കാണാം. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ലാസ്റ്റോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആദ്യം ക്യാൻവ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ A3 ഡോക്യുമെൻ്റ് എന്നോ A4 ഡോക്യുമെൻ്റ് ഒന്നും സെർച്ച് ചെയ്യുക. അതായത് A4 ഡോക്യുമെൻ്റ് ആണെങ്കിൽ നമ്മുടെ A4 സൈസിലും A3 ആണെങ്കിൽ A4ൻ്റെ ഡബിൾ സൈസിലും കിട്ടും. എന്നിട്ട് അതിൽ ബ്ലാങ്ക് പേജ് എടുത്തിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസ് നമുക്ക് വേണ്ട സൈസിൽ അറേഞ്ച് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഒരു പ്രിൻറ്റിങ് ഷോപ്പിൽ പോവുക. പ്രിൻറ്റിങ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റുഡിയോന്നും ഇങ്ങനത്തെ പ്രിൻ്റ് എടുത്ത് തരും. അല്ലെങ്കിൽ നമ്മൾ ഈ മൾട്ടിഫ്ലെക്സ് അങ്ങനത്തെ ഷോപ്പൊക്കെ ഉണ്ടല്ലോ, ഫ്ലെക്സൊക്കെ അടിക്കുന്ന. അപ്പോൾ അങ്ങനത്തെ ഷോപ്പിലൊക്കെ ആണെങ്കിൽ റേറ്റ് കുറച്ച് കുറവാകും. അപ്പോൾ അങ്ങനത്തെ ഷോപ്പിൽ കൊണ്ടു കൊടുത്താൽ അവരത് പ്രിൻ്റ് എടുത്ത് തരും. ഇനി സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരോ ടൈം ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തന്നെ പറഞ്ഞാൽ ഒരു എക്സ്ട്രാ 10 രൂപ 20 രൂപയൊക്കെ കൊടുത്താൽ അത് അവർ തന്നെ ചെയ്തു തരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രിൻ്റ് എടുക്കുന്നത്. ഈ പ്രിൻറ്റിങ്ങിന് പല റേറ്റും വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അതിന് 30 റുപ്പീസാണ് A3 ഡോക്യുമെൻറ്റിന് വരുന്നത്. ഇതിൽ ഫോട്ടോസ് മാത്രമല്ല, നമുക്ക് ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം, പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാം, അതല്ല ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ടെടുക്കാം. പിന്നെ അതാ കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടി ഞാനിപ്പോൾ ചെയ്യുന്നതാണ് കട്ടിങ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബേസായിട്ട് മീൻസ് നമുക്ക് ഈ ഒരു ആൽബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതായത് ഇതുപോലൊരു പേപ്പറാണ്. ഇത് ഞാൻ കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്. എത്ര GSM ആണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. A3 സൈസിലാണ് വരുന്നത്. അതായത് A4ൻ്റെ ഡബിൾ 8 രൂപയാണ് കേട്ടോ അതിന് വരുന്നത്. ഞാനിത് നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് ജാംജും മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിലെല്ലായിടത്തും മീൻസ് അവിടെ നിന്ന് വാങ്ങുന്ന എല്ലാ ഐറ്റമിലും അവരുടെ സ്റ്റിക്കർ ഉണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ പേപ്പേഴ്സിലൊക്കെ സ്റ്റിക്കർ ഉണ്ടായ എന്താ പറിച്ചെടുക്കുമ്പോൾ അതായത് ഇതുപോലെ ഒരു വൃത്തിയേട് വരാനുള്ള സംഭവമുണ്ട്, അല്ല വരാറുണ്ട്. ഇനി ഈ പേപ്പർ ഒന്ന് നമുക്ക് ഹാഫായിട്ട് ഫോൾഡ് ചെയ്യാം. അപ്പോൾ അത് A4 സൈസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും സുഖം. ഞാനപ്പം A3 കണ്ടപ്പോൾ അത് വാങ്ങിച്ചു. കുറച്ച് കട്ടുള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫിംഗർ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതാവും നല്ലത്. ആൻഡ് ഒന്നും കൂടെ കട്ട് ചെയ്യാം കേട്ടോ. നമുക്കൊരു A5 സൈസൊക്കെ മതി. A4 ആയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പേജിൽ കുറേ ഫോട്ടോസ് വെക്കുന്നതിലേറെ കുഞ്ഞു കുഞ്ഞു പേജിൽ ഓരോരോ ഫോട്ടോസ് വെക്കണമെന്ന് നല്ലത് തോന്നി. പിന്നെ ഞാനിത് ബൈൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത് മറ്റേ നമ്മൾ റിങ് ഇടാനാണ് കരുതിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴും ആ ഒരു സൈസായിരിക്കും ഭംഗി ഉണ്ടാവാൻ തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പോൾ നമുക്ക് പേപ്പേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ ഞാൻ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പേജ് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു A3 ഇതുപോലെ 2 പേജ് വരും. സോ ഫസ്റ്റ് പേജിൽ നിന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഞാനിതാ ഈ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ സിസ്റ്ററിന് തന്നെ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു മിനിമലായിട്ട്. കാരണം അവർക്ക് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോസൊക്കെ ഒന്ന് കീപ്പ് ചെയ്യുക, ഒരു മെമ്മറി ആയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആ ഫോട്ടോസൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് സംഭവങ്ങൾ അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ മിനിമലായിട്ടുള്ള ഡെക്കറേഷൻസാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ മുകളിലൊരു വിൻറ്റേജിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ജൂട്ട് പേപ്പറിൻ്റെ ഒരു പീസ് ഒട്ടിച്ചിട്ടുണ്ട്. അതിലൊരു ക്രേസി ലവ് എന്ന് പറഞ്ഞിട്ടൊരു കോട്ട് ഒട്ടിച്ചു. പിന്നെ താഴത്ത് ഐ ലവ് മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ടും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കോഡ്സും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്തതാണ് കേട്ടോ. അതേപോലെ ഈ കോഡ്സും സ്റ്റിക്കേഴ്സൊക്കെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിക്കർ പേപ്പറിൽ പ്രിൻറ്റ് ചെയ്താൽ ഒന്നും കൂടെ ഈസിയാണ്. മീൻസ് നമുക്ക് പിന്നെ ഗ്ലൂ ഒന്നും ആക്കേണ്ട, ഡയറക്റ്റ് സ്റ്റിക്ക് ചെയ്താൽ മതി. സെക്കൻഡ് പേജിൽ വന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ചൊരു കളർഫുൾ ആയതുകൊണ്ട് ഞാൻ അതിലൊരു പിങ്ക് തീം വരുന്നുണ്ടല്ലോ ഡ്രസ്സിൻ്റെ കളർ. അപ്പോൾ ഞാനത് ഇതുപോലെ ഈ ഒരു പാറ്റേൺ പേപ്പർ എടുത്തതിൻ്റെ പീസ് ഇങ്ങനെ ആക്കിയിട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു ഫോട്ടോ സൈഡിലാക്കിയിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫോട്ടോസും ഇതൊക്കെ ഒട്ടിക്കാൻ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്യാം. പേപ്പർ ഗ്ലൂ കൊണ്ടാണ് ഞാൻ ചിലത് ഒട്ടിച്ചത്, ചിലത് ഡബിൾ സൈഡ് ടാപ്പും ഒട്ടിച്ചിട്ടുണ്ട്. ഡബിൾ സൈഡ് ടാപ്പ് എൻ്റെ കയ്യിൽ കയ്യാറായിരുന്നു. അതുതന്നെ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു.
പിന്നെ ഒരു കുഞ്ഞ് കോട്ട് ഒട്ടിച്ചു, താഴത്തൊരു ഹാർട്ടിൻ്റെ സ്റ്റിക്കറും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജിൽ വന്നിട്ട് ഞാൻ ഈ ഒരു പിക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് അവിടെ വിൻറ്റേജ് ആക്കിയ രസം ഉണ്ടാവില്ല, രണ്ടും ഒരുപോലെ ആകുമ്പോഴല്ലേ കുറച്ച് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പീസിൻ്റെ ഒരു കുഞ്ഞു പീസും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം ഞാൻ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനത് മുകളിലോട്ട്, ഇവിടെ താഴെ ആയതുകൊണ്ട് കോർണർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റേ പേജിൽ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റിക്കറും ഒരു കോട്ടും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റിക്കറാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കോട്ടും കൂടെ വെക്കുന്നുണ്ട്. പിക്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ടാണ് കേട്ടോ. സോ ഇതാണ് തേർഡ് വന്നിട്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു 3 പേജ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.